സഹോദരന്മാരെ, കേരളത്തിൽ നിന്ന് ഹജ്ജിനോ ഉംറക്കോ പോകുന്ന ആളുകൾ എവിടെ വെച്ചാണ് ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത്? ഇതിനാദ്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹജ്ജോ ഉംറയോ ഉദ്ദേശിച്ചുകൊണ്ട് കഅബ ലക്ഷ്യമാക്കി മക്കയിൽ പോകുന്ന ഒരാൾ ഇഹ്റാമിൽ പ്രവേശിക്കൽ നിർബന്ധമാണ്. പുരുഷന്മാരും പ്രവേശിക്കണം, സ്ത്രീകളും പ്രവേശിക്കണം. സ്ത്രീകൾ അവരുടെ മാസമുറയോ പ്രസവരക്തമൊക്കെ ഉള്ള സമയമാണെങ്കിൽ പോലും നിർബന്ധമായും ഇഹ്റാമിൽ പ്രവേശിച്ചിരിക്കണം. ഈ കർമ്മങ്ങൾക്ക് പോകുന്ന ആളുകൾക്ക് ഇഹ്റാമിൽ പ്രവേശിക്കാൻ വേണ്ടി പ്രത്യേക സ്ഥലം അള്ളാഹുവിന്റെ റസൂൽ നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. ഇതിന് പറയുന്ന പേരാണ് മീഖാത്ത് എന്ന് പറയുന്നത്. കഅബയുടെ 4 ഭാഗത്ത് ചുറ്റുഭാഗങ്ങളിൽ നിന്നൊക്കെ വരുന്ന ആളുകൾക്ക് അതാത് ഭാഗത്തിലൂടെ വരുന്ന ഭാഗത്ത് അവർക്ക് മീഖാത്തുകളുണ്ട്. മദീനയിൽ വരുന്നവർക്കുണ്ട്, ത്വായിഫിന്റെ ഭാഗത്ത് നിന്ന് വരുന്നവർക്കുണ്ട്, യമന്റെ ഭാഗത്ത് നിന്ന് വരുന്നവർക്കുണ്ട്, ഒക്കെ മീഖാത്തുകളുണ്ട്. ആ മീഖാത്ത് കടന്നു പോരുന്ന സമയത്ത് ഇഹ്റാമിൽ പ്രവേശിക്കൽ നിർബന്ധമാണ്. അവിടെ വെച്ചാണ് ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത്. നമ്മുടെ നാട്ടിൽ നിന്ന് ഹജ്ജ് ഉംറയെ ഉദ്ദേശിച്ച് പോകുന്ന ആളുകൾ മുമ്പ് കാലത്ത് യലംലം എന്ന മീഖാത്തിലൂടെയാണ് കടന്നു വന്നിരുന്നത്. അത് ഇപ്പോൾ നമ്മുടെ മീഖാത്തല്ല. പല ആളുകളും അത് തന്നെയാണ് മീഖാത്ത് എന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. യലംലം മീഖാത്തായിരുന്നത് കപ്പൽ വഴി ഹജ്ജിന് വന്നിരുന്ന സമയത്താണ്. അത് യമൻകാരുടെ മീഖാത്താണ്. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് പോകുന്ന ആളുകൾ വിമാനം വഴി പോകുമ്പോൾ ത്വായിഫ് വഴിയാണ് കടന്നു പോകുന്നത്. മക്കയുമായിട്ട് ഏറ്റവും അടുത്ത മീഖാത്ത് 74 കിലോമീറ്റർ അകലത്തിലുള്ള മീഖാത്താണത്. ആ പ്രദേശത്ത് എത്തുമ്പോഴാണ് ഫ്ലൈറ്റിൽ നിന്ന് നമ്മൾക്ക് അനൗൺസ്മെന്റ് ഉണ്ടാവും. അപ്പോഴാണ് നമ്മൾ ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത്. ലബ്ബൈക് അല്ലാഹുമ്മ ഉംറത്തൻ എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഹജ്ജ് മാത്രമാണെങ്കിൽ ലബ്ബൈക് അല്ലാഹുമ്മ ഹജ്ജൻ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കുകയാണ് ചെയ്യേണ്ടത്. അവിടെ അങ്ങോട്ട് ഇഹ്റാമിന്റെ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന തെൽബിയത്ത് ചൊല്ലിക്കൊണ്ടാണ് അവർ ഹറമിലേക്ക് പോകേണ്ടത്. അതിന് മുമ്പായിട്ട് ഇഹ്റാമിൽ പ്രവേശിക്കുന്ന പ്രശ്നമില്ല. ഇവിടെ ഉണ്ടാകുന്ന ചില വസ്വാസുകൾ, ഒന്ന്, നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഹജ്ജിന് പോകുന്ന ആളുകൾ ഫ്ലൈറ്റ് കയറാൻ വരുമ്പോൾ തന്നെ അവരുടെ ഇഹ്റാമിന്റെ കൂലി കുളിച്ച് വരണമെന്നും എയർപോർട്ടിലെത്തിയാൽ ഇഹ്റാമിന്റെ ഡ്രസ്സ് മാറണമെന്നൊക്കെ പുരുഷന്മാരോട് പറയും. സ്ത്രീകൾക്ക് പ്രത്യേക വസ്ത്രം ഇഹ്റാമിനായിട്ടില്ല, വസ്ത്രം മാറണമെന്ന് പറയും. ഇത് സൗകര്യത്തിന് വേണ്ടി പറയുന്നത് എന്നതല്ലാതെ ഇഹ്റാമിന്റെ വസ്ത്രം മാറിയതിന്റെ പേരിൽ അവർ ഹാജിയായി മാറില്ല. മീഖാത്തിൽ വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ ഹജ്ജിലേക്ക് പ്രവേശിക്കുള്ളൂ. അതേപോലെ തന്നെ അതിന്റെ കൂടെ ആ വസ്ത്രമൊക്കെ മാറുമ്പോൾ തന്നെ എയർപോർട്ടിൽ നിന്ന് തന്നെ ഇഹ്റാമിൽ പ്രവേശിക്കുകയോ തെൽബിയത്ത് ചൊല്ലുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതൊന്നും ശരിയായ രീതിയല്ല. നമ്മളതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാഹും റസൂലും എന്താണോ പറഞ്ഞത് അവിടെയാണ് നമ്മൾ നിൽക്കേണ്ടത്. ചില ആളുകൾ അതിന്റെ കൂടെ തന്നെ ഉന്നയിക്കുന്ന ഒരു സംശയമാണ്, ഇഹ്റാമിൽ പ്രവേശിക്കാൻ പ്രത്യേക നമസ്കാരമുണ്ടോ? പ്രത്യേക നമസ്കാരം ഒന്നും അള്ളാഹുവിന്റെ റസൂൽ നിശ്ചയിച്ചിട്ടില്ല. ഇതിലാകെ വരുന്ന ഒരു സംഗതി, അള്ളാഹുവിന്റെ റസൂൽ ഹജ്ജിന് വന്നത് മദീനയിൽ നിന്നാണ്. ദുൽഹുലൈഫ എന്ന് പറയുന്ന മദീനയിലെ മീഖാത്ത് വഴിയാണ്. 400-ലധികം കിലോമീറ്റർ അകലത്താണ്, ഏറ്റവും അകലമുള്ള മീഖാത്താണ്. ആ മീഖാത്തിൽ അള്ളാഹുവിന്റെ റസൂൽ ഇഹ്റാമിൽ പ്രവേശിക്കുന്ന ഒരു ദുഹ്ർ നമസ്കാരത്തിന് ശേഷമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള ദുഹ്ർ നിസ്കാരത്തിന് ശേഷം ഇഹ്റാമിൽ പ്രവേശിച്ചു. അപ്പോൾ ചില പണ്ഡിതന്മാർ അങ്ങനെ ഒരു നിസ്കാരത്തിന് ശേഷം അത് നല്ലതാണ് എന്ന് പറയുകയല്ലാതെ ഇഹ്റാമിൽ പ്രവേശിക്കാനായിട്ട് പ്രത്യേക നമസ്കാരമൊന്നുമില്ല. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നതാണ് വളരെ നല്ലത്.